ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ മുട്ടനടിയാണ്. നിവിൻ്റെ കൈക്ക് ഗുരുതരമായിട്ടുള്ളൊരു പൊള്ളലൊക്കെ കേൾക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഏതടിയാണെങ്കിലും അവിടെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആദ്യം തന്നെ ചുക്കാൻ പിടിച്ചെത്തുന്നത് അക്ബർ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇവിടെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ജിഷിനൊക്കെ അവിടെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നെവിൻ കയറി വരുന്നുണ്ട്. അപ്പം നെവിൻ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ആ ഒരു പൂരി എങ്ങാണ്ട് തട്ടിപ്പിടിച്ച് വലിച്ചു മാറ്റിയിട്ട് ആ ഒരു വേസ്റ്റ് കൊട്ടയിലോട്ട് ഇടുന്ന ജിഷിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുവഴി തന്നെ ആ ഒരു ചട്ടകവും ജിഷിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നിവിന് കയ്യിൽ ഒരു ചെറിയ രീതിയിൽ തന്നെ പൊള്ളലേക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളലേക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ആ ഒരു പേസ്റ്റൊക്കെ എടുത്ത് ഇവിടെ തേക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിൻസി ഡോക്ടർ അത് ഇവിടുത്തെ കാര്യമൊന്നും എനിക്കത്തില്ല, പേസ്റ്റൊന്നും തേച്ചുകൂടാ, വെള്ളത്തിൽ വെക്കരുത് എന്നുള്ള രീതിയിലാണ് ബിൻസി ഡോക്ടറിൻ്റെ അഭിപ്രായം. വെള്ളത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ എന്തായാലും പേസ്റ്റൊക്കെ പല്ല് തേക്കാൻ വേണ്ടിയുള്ളതാണ്, അതല്ലാതെ കൈ തേക്കാനോ പൊള്ളലിന് വേണ്ടിയുള്ളതല്ല. എന്തായാലും ആ ഒരു സമയത്ത് അക്ബർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് മുൻഷി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, വെറുതെ തിന്നാൻ വേണ്ടി മാത്രം വന്നിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പം നെവിൻ എന്ന് പറയുന്നത് അവിടെ ഹൗസിലുള്ള അത്രയും കണ്ടസ്റ്റൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഡയലോഗൊന്നും മുൻഷി അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ചൂടാകുന്ന അക്ബറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള ആൾക്കാരും കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവരും കൂടെയല്ലേ വെച്ച് കൊടുത്തിട്ടുള്ള നെവിൻ. അപ്പോൾ ആരും അതിനൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചില ക്വാളിറ്റി അക്ബറിനും ഉണ്ട് എന്നുള്ളത്. അക്ബറാണ് അപ്പം കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ജിഷിൻ പറയുന്നുണ്ട്, ഇവനെ നേരത്തെ വിളിച്ച സമയത്ത് ഇവൻ വന്നില്ലായിരുന്നു, ആർക്കൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഇവൻ എടുത്ത് കഴിക്കുന്നുണ്ട്, നിനക്ക് മാത്രം എന്താണ് ഇവിടെ ഇത്ര പ്രിവിലേജ്, നീ ഇവിടെ ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ ജിഷിൻ പറഞ്ഞ് തർക്കിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിവിൻ്റെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നേരത്തെ എന്തോ ഫുഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിനക്ക് ഞാനൊരു സോറിയും പറയാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലും ജിഷിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ലൈവിൽ ഇപ്പോൾ മുട്ടനടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.